മഴതോരും മുൻപേ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കൃഷ്ണമോൾ ഹോസ്പിറ്റലിലേക്ക് പോവാൻ റെഡിയായി വരുമ്പോൾ അങ്ങോട്ടേക്ക് അലീന വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ അടുത്ത് ചെന്ന് കൃഷ്ണമോൾ പറഞ്ഞു, അതേ ചേച്ചി, ചേച്ചി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒന്ന് വിളിക്കണേ എന്ന് അലീന പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ കൃഷ്ണമോൾ രോഹിത്തിന്റെ കൂടെ അവിടെ നിന്നും ഇറങ്ങി. ഈ സമയം രോഹിത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോ നിന്നെ വിളിച്ചാലും കിട്ടാനൊന്നും പോകുന്നില്ല. മാത്രമല്ല ഇനി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് തിരികെ വരുമ്പോൾ നീ ഇവിടെ ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ചിന്തിക്കും. ഹരിശങ്കറിനെ ഒന്ന് നോക്കി എല്ലാം ഓക്കെ ആണെന്ന ആംഗ്യം കാണിച്ചുകൊണ്ടാണ് കേട്ടോ രോഹിത് അവിടെ നിന്നും പോയത്. ആ സമയത്ത് തന്നെ അലീന അടുക്കളയിൽ ജോലികൾ ഒതുക്കാൻ പോയതായിരുന്നു. ഹരിശങ്കറും കമലയും ബബിതയും അങ്ങോട്ടേക്ക് കയറി വന്നു. ഹരിശങ്കർ വന്ന പാടെ പറഞ്ഞു, എടി നിന്റെ ബാഗും പെട്ടിയും പ്രമാണമൊക്കെ എടുത്തിട്ട് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഇവിടെ നിന്നും ഇറങ്ങി പോകണമെന്ന് പറയും. എങ്ങോട്ടേക്ക് പോകണമെന്ന് അലീന ചോദിച്ചപ്പോൾ അതൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല, എങ്ങോട്ടേക്കാണെങ്കിലും നീ ഇപ്പൊ തന്നെ പൊയ്ക്കൊള്ളണമെന്ന് പറയും. ഇനി നിന്നെ ഒരു നിമിഷം പോലും ഇവിടെ കണ്ടുപോകരുത് എന്നായി അവര്. അതൊക്കെ പറയാൻ നീ ആരാടാ? നിന്റെ ഭരണമൊക്കെ കൊല്ലപ്പള്ളി വീട്ടിൽ മതിയടാ, ഇവിടെ വേണ്ട എന്ന് അലീന തിരിച്ചടിച്ചു. എന്റെ മോനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്കെന്താ ഇത്ര അഹങ്കാരമോ എന്ന് കമല ചോദിക്കുന്ന സമയത്തിന് അലീനക്ക് ആ സമയത്ത് പേടിയൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം അച്ഛൻ കൂടെയുണ്ടെന്ന ധൈര്യം അവൾക്കുണ്ട്. കൊല്ലപ്പള്ളിക്കാർ ഇവിടെ വന്ന് അധികാരം കാണിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അവൾ പറഞ്ഞു. ബബിത വന്ന് ഇടപെടാൻ നോക്കിയപ്പോൾ വെറുതെ വന്ന് പ്രശ്നമുണ്ടാക്കല്ലേ, അച്ഛൻ വന്ന എന്താ ഉണ്ടാവാന്നറിയാലോ എന്ന് അലീന ഓർമ്മിപ്പിച്ചു. നിനക്ക് ഇത്രമാത്രം അഹങ്കാരമോ എന്ന് ചോദിച്ച് ഹരിശങ്കർ നേരെ അലീനയുടെ മുറിയിലേക്ക് കയറി ചെന്നു. അവളുടെ ബാഗും സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെറിഞ്ഞു. മര്യാദക്ക് അതെടുത്തു വെച്ചോ എന്ന് അലീന വെല്ലുവിളിച്ചപ്പോൾ അവൻ അടിക്കാൻ വേണ്ടി കൈയോങ്ങി. പക്ഷെ അലീന അവനെ ഒരൊറ്റ തള്ളങ്ങ് വെച്ചു കൊടുത്തു. അവൻ നേരെ താഴേക്ക് പോയി വീണു. കമലമ്മയും ബബിതയും ഇത് കണ്ട് പേടിച്ചു നിന്നു. എന്റെ ദേഹത്ത് തൊടാൻ വന്ന ഞാൻ വെറുതെ ഇരിക്കില്ലെന്ന് അലീന പറഞ്ഞപ്പോൾ അവൻ വീണ്ടും അടിക്കാൻ വേണ്ടി വന്നു. ആ കൈയങ്ങ് വെട്ടിമാറ്റിക്കൊണ്ട് തന്നെ അലീന അടുത്തുണ്ടായിരുന്ന ഒരു കുപ്പിയെടുത്ത് ജനലിലേക്ക് അങ്ങ് അടിച്ചിട്ട് പൊട്ടിച്ചു. ഒരു ചില്ല് കഷ്ണം കയ്യിലെടുത്തുകൊണ്ട് തന്നെ അവന്റെ നേരെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ നിന്റെ വയറ്റത്തേക്ക് അങ്ങ് കുത്തിക്കയറ്റും. മര്യാദക്ക് പോയിക്കോ, അതാ നല്ലത്. എന്റെ സ്വഭാവം നിനക്ക് നന്നായിട്ടറിയാമല്ലോ. നീ ഇപ്പൊ ലോക്കപ്പിൽ കിടക്കേണ്ട ആളായിരുന്നു. ഞാനൊരു ഫേവർ ചെയ്തതുകൊണ്ട് മാത്രമാണ് നീ ഇപ്പൊ പുറത്തു നിൽക്കുന്നത്, അലീന ഓർമ്മിപ്പിച്ചു. കമലയോട് മക്കളെ മര്യാദക്ക് വളർത്തണമെന്നും തന്നിഷ്ടക്കാരിയായി വിടരുത് എന്നും അവൾ പറയുന്നുണ്ട്. പണി കിട്ടുമെന്ന് പേടിച്ച് കമല ഹരിയേയും കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും മാറി നിന്നു. ഇപ്പുറത്ത് രോഹിത് കൃഷ്ണമോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വിട്ടു. തന്നെ കണ്ടാൽ ബാലചന്ദ്രന് പ്രശ്നമാവുമെന്ന് കരുതി രോഹിത് മാറി നിന്നു. കൃഷ്ണമോള് ചെന്നപ്പോൾ ബാലചന്ദ്രനും മനുവും അവിടെ ഉണ്ടായിരുന്നു. അലീന ചേച്ചി വീട്ടിലുണ്ട് എന്നും കമലാന്റിയും ഹരിയും ഒക്കെ വന്നിട്ടുണ്ട് എന്നും കൃഷ്ണമോള് പറഞ്ഞപ്പോൾ ബാലചന്ദ്രന് ചെറിയൊരു സംശയം തോന്നി. അലീന എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ വീട്ടിലുണ്ടെന്നും രോഹിതേട്ടൻ പറഞ്ഞിട്ടാണ് താൻ വന്നതെന്നും കൃഷ്ണമോള് പറഞ്ഞു. രോഹിത് ചതിച്ചതാണെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. ഈ സമയം ശിവശങ്കരനും രാജീവനും അവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അവർ നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്കാണ് പോയത്. ബാലചന്ദ്രൻ മനുവിനോട് അലീനെ അവിടെ തനിച്ചിരുത്തണ്ട, പോയി കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. മനു അങ്ങോട്ടേക്ക് പോയി. രാജീവനും ശിവശങ്കരനും വീട്ടിലെത്തി. അലീനയോട് ഇറങ്ങിപ്പോവാൻ അവർ ഭീഷണിപ്പെടുത്തിയിരുന്നു. നീ ഒരൊറ്റൊരാൾ കാരണമാണ് വൈജയന്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും അവൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ നിന്നെ ജീവനോടെ വച്ചേക്കില്ല എന്നും അവർ ആക്രോശിച്ചു. അലീനക്ക് അമ്മയുടെ അവസ്ഥയോർത്ത് വളരെയധികം വിഷമം തോന്നി. താൻ വന്നതുകൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് അവൾ കരുതി. രാജീവൻ അവളുടെ കയ്യിൽ പിടിക്കാൻ വന്നപ്പോൾ തൊട്ടു പോവരുത് എന്നൊക്കെ പറഞ്ഞ് അലീന ബാഗും എടുത്തിറങ്ങി. അവൾ പോകുന്നത് കണ്ട് അവർക്ക് വളരെയധികം സന്തോഷമായിരുന്നു. പക്ഷേ അലീന ഹോസ്പിറ്റലിലേക്ക് പോയി അച്ഛനെ കണ്ട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. അലീന പോയി കഴിഞ്ഞ് മനു അങ്ങോട്ടേക്ക് വന്നപ്പോൾ അച്ഛനെയും മറ്റും കണ്ടുകൊണ്ട് തന്നെ അവൻ ഞെട്ടി. അലീന എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾ പോയി എന്ന് അവർ മറുപടി പറഞ്ഞു. എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചിട്ട് മര്യാദക്ക് പറയാതെ വന്നപ്പോൾ അലീനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ ആരും സമാധാനമായി ഇരിക്കില്ല എന്നും അങ്കിൾ നിങ്ങളെയൊന്നും വെറുതെ വിടുമെന്ന് കരുതണ്ട എന്നും മനു അവർക്ക് താക്കീത് നൽകി. ബാലചന്ദ്രൻ അങ്കിൾ ഈ കാര്യം പറഞ്ഞാൽ അദ്ദേഹം വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അവളെ നിങ്ങൾ ഇവിടെ നിന്നും ഇറക്കി വിട്ടതാണെന്ന് മനസ്സിലായി. അവൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ പറയണം. നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയൊന്നുമല്ല കാര്യങ്ങൾ. ശരിക്കും നിങ്ങൾക്ക് നല്ല മുട്ട മണി തന്നെ കിട്ടുമെന്നൊക്കെ മനു ഒരു താക്കീത് പോലെ നൽകുകയാണ്. അത് കേട്ടപ്പോൾ കമല പറഞ്ഞു, ദേ മനു, നീ വെറുതെ ഇല്ലാത്ത കഥകളൊന്നും ഉണ്ടാക്കണ്ട. ദേ അമ്മേ, അമ്മയുടെ ഈ നിൽക്കുന്ന ഹരിയുടെയും എല്ലാവരുടെയും സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ പറയാണ്, മര്യാദക്ക് അലീന എവിടെയാണെന്ന് പറ. രാജീവൻ പറഞ്ഞു, അവളെ ഞങ്ങൾ ഇവിടെ നിന്നും ഇറക്കി വിട്ടുടാ. എന്ത് ഇറക്കി വിട്ടെന്നോ? എങ്ങോട്ടേക്ക്? എങ്ങോട്ടേക്കാണെന്നൊന്നും അറിയില്ല. അവൾ സാധനങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നും പോയി. ഓഹോ, അപ്പോ അങ്കിൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നതാണല്ലേ? നാണമുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും? സ്വന്തം പെങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന സമയത്ത് അലീനയെ ഇറക്കി വിടാൻ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് സ്വന്തം ചോരയോടാണോ സ്നേഹമുണ്ട് എന്ന് പറയുന്നത്? രാജീവൻ പറഞ്ഞു, അവൾ കാരണമല്ലേ വൈജയന്തിക്ക് ഇങ്ങനെയൊക്കെ ആപത്തുണ്ടായത്. അവൾ കാരണം ആപത്തുണ്ടായത് പോലും.
ഒരു കാര്യം ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് തന്നെ പണി കിട്ടും, മനു പറഞ്ഞു. അതും പറഞ്ഞുകൊണ്ട് തന്നെ മനു വേഗം തന്നെ അവിടെ നിന്നും പോയി. അവന് നല്ല ടെൻഷനായിരുന്നു. എങ്ങോട്ടേക്കായിരിക്കും അലീന പോയിട്ടുണ്ടാവുക, ഇനി എറണാകുളത്തേക്കാണോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവനാകെ ബുദ്ധിമുട്ടായി. പക്ഷേ ആ സമയം അലീന നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു. ബാലചന്ദ്രനെ കണ്ടിട്ട് യാത്ര പറയണം, ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ അവൾ വിചാരിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ സമയത്തിന് കൃഷ്ണമോള് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ എനിക്ക് അമ്മയൊന്ന് കാണണം. ബാലചന്ദ്രൻ പറഞ്ഞു, മോളെ അതങ്ങനെ കാണാനൊന്നും പറ്റില്ല, നമുക്ക് നോക്കാമെന്ന് പറയും. അങ്ങനെ കുറെ കഴിഞ്ഞ് ഡോക്ടർ വന്നപ്പോൾ ബാലചന്ദ്രൻ കാര്യങ്ങൾ തിരക്കി. ഒടുവിൽ കൃഷ്ണമോൾക്ക് കാണാനുള്ള അനുവാദം കിട്ടി. കൃഷ്ണമോള് വൈജയന്തിയെ കാണാൻ അകത്തേക്ക് കയറി. വൈജയന്തിയുടെ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് ഒട്ടും തന്നെ സഹിച്ചില്ല. അത്ര ദയനീയമായിരുന്നു വൈജയന്തിയുടെ അവസ്ഥ. കൃഷ്ണമോൾ അവിടെ നിന്ന് കരയുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അലീന ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രനെ കണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം കാര്യങ്ങൾ തിരക്കിയപ്പോൾ അലീന സത്യാവസ്ഥ എല്ലാം തന്നെ ബാലചന്ദ്രനോട് പറഞ്ഞു. എന്നാൽ വീട്ടുകാരുടെ ക്രൂരത കേട്ടു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്, എനിക്കറിയാമായിരുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന്. അതുകൊണ്ടാണ് മനുവിനെ അങ്ങോട്ടേക്ക് വിട്ടത്. അലീന പറഞ്ഞു, ഇനി എന്താണെങ്കിലും ഞാൻ അങ്ങോട്ടേക്ക് ഇല്ല അച്ഛാ. അച്ഛാ ഞാൻ പോയിക്കോളാം. എങ്ങോട്ടേക്ക് പോവാനെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്ന സമയത്തിന് എവിടേക്കെങ്കിലും പോയിക്കോളാം. തൽക്കാലം രേവതിക്കുട്ടിയുടെ അടുത്തേക്ക് പോവാം. പിന്നെ എന്ത് വേണമെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് കേട്ടപ്പോൾ ബാലചന്ദ്രന് ഭയങ്കര വിഷമമായി. അദ്ദേഹം പറഞ്ഞു, നിന്റെ മനസ്സിൽ അങ്ങനെയാണല്ലേ, ഇങ്ങനൊരു ഘട്ടം വന്നപ്പോൾ നീ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചു പോവുകയാണല്ലേ. പോയിക്കോ, പക്ഷേ ഒരു കാര്യമുണ്ട്, പിന്നെ നീ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത്. അച്ഛനുണ്ട്, അനുജത്തിയുണ്ട്, അമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീ ഇനി പിന്നെ ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേക്കരുത് എന്ന് പറയാണ് ബാലചന്ദ്രൻ. ഇത് കേട്ടപ്പോൾ തന്നെ അലീനക്ക് വല്ലാത്ത വിഷമമായി. ബാലചന്ദ്രൻ അങ്ങനെ തിരിച്ചു വരരുത് എന്ന് പറഞ്ഞ് അലീനയെ മടക്കി അയച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലെ നീറ്റൽ അലീനക്ക് മനസ്സിലായിരുന്നു. കണ്ണ് നിറഞ്ഞ് ഹോസ്പിറ്റൽ ഇടനാഴിയിലൂടെ കടന്നു നീങ്ങിയ അലീനയുടെ മുന്നിലേക്ക് മനു പാഞ്ഞെടുത്തു. അലീന നിൽക്ക്, നീ എങ്ങോട്ടായി പോകുന്നത്? മനുവിന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു വെപ്രാളം ഉണ്ടായിരുന്നു. പക്ഷേ അലീന ഒന്നും തന്നെ മിണ്ടിയില്ല. തന്നെ അപമാനിച്ചവർക്കിടയിലേക്ക് ഇനി ഞാൻ ഇല്ല എന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവൾ. എന്നാൽ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു. വൈജയന്തിയുടെ നില വല്ലാതെ വഷളായി. ഡോക്ടർമാരെല്ലാം ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ബാലചന്ദ്രനും മനുവും തളർന്നു പുറത്തു നിൽക്കുമ്പോൾ ബോധത്തിനും അബോധാവസ്ഥയ്ക്കും ഇടക്ക് കിടന്ന് വൈജയന്തി ഒരു പേര് മാത്രം മന്ത്രിച്ചുകൊണ്ടിരുന്നു, അലീന, അലീന. ആ വിളി വേറൊരു മരുന്നിനും തരാൻ കഴിയില്ല എന്ന ആശ്വാസമായിരുന്നു അവർക്ക് വേണ്ടത്. ബാലചന്ദ്രൻ ഉടനെ തന്നെ മനുവിനെ നോക്കി പറഞ്ഞു, മനു, അവളെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കണം, ആ അലീനയെ. വൈജയന്തി അവളെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം കൊല്ലപ്പള്ളി വീട്ടിലെ ശിവശങ്കരനും രാജീവനും വിജയിച്ച ഭാവത്തിലായിരുന്നു. അലീനയെ പടിയിറക്കിയതിന്റെ സന്തോഷം അവർ ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ആ ഒരു വാർത്ത എത്തുന്നത്. വൈജയന്തി അലീനയെ തിരക്കുന്നുണ്ട് എന്ന കാര്യം. ഇത് കേട്ടതോടുകൂടി തന്നെ ഹരിശങ്കറും കമലയും വല്ലാതെ പരിഭ്രമിച്ചു. അവൾ തിരിച്ചു വന്നാൽ തങ്ങളുടെ കള്ളത്തരമെല്ലാം തന്നെ പൊളിയുമെന്ന് അവർ ഭയന്നു. പക്ഷേ രാജീവൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണ്ട, നമുക്ക് വേറെ ആരെങ്കിലും വെച്ച് നോക്കാമെന്നും അയാൾ വാശി പിടിച്ചു. എന്നാൽ ബാലചന്ദ്രൻ ഫോണിലൂടെ ഒരൊറ്റ മറുപടി മാത്രമേ നൽകിയുള്ളൂ, ഇത് വൈജയുടെ ജീവന്റെ കാര്യമാണ് രാജീവ. ഇതിനിടയിൽ നിന്റെ അഹങ്കാരം വന്നു കഴിഞ്ഞാൽ ഞാൻ പഴയ ബാലചന്ദ്രനായിരിക്കില്ല. അങ്ങനെ മനു അലീനയെ കണ്ടെത്തുന്നത് രേവതിക്കുട്ടിയുടെ വീട്ടിൽ വെച്ചായിരിക്കും. വാതിൽ മുട്ടുന്ന മനുവിനെ കണ്ട് അലീന ആദ്യം ഒന്ന് മുഖം തിരിച്ചുവെങ്കിലും അമ്മയുടെ അവസ്ഥ കേട്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അച്ഛൻ അന്ന് പറഞ്ഞത് സങ്കടം കൊണ്ടാണ് അലീന, നീ വന്നില്ലെങ്കിൽ അമ്മയെ നമുക്ക് നഷ്ടപ്പെടും. മനുവിന്റെ വാക്കുകൾക്ക് മുന്നിൽ അവളുടെ വാശി അലിഞ്ഞുപോയി. അവൾ ഓടി ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഐസിയുവിന് മുന്നിൽ തടസ്സമായി ശിവശങ്കരനും രാജീവനും നിൽക്കുന്നുണ്ടായിരുന്നു. നിനക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ അധികാരമില്ല എന്ന് രാജീവൻ ആക്രോശിച്ചപ്പോൾ അലീന തന്റെ ബാഗിൽ നിന്നും നേരത്തെ അടിച്ചു പൊട്ടിച്ചിരുന്ന ആ ഒരു കുപ്പിയുടെ ചില്ലിന്റെ കഷ്ണമല്ല, പകരം തന്റെ അമ്മയോടുള്ള സ്നേഹത്തിന്റെ കരുത്താണ് പുറത്തേക്കെടുത്തത്. അവൾ അവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് തന്നെ അകത്തേക്ക് കടന്നു ചെന്നു. വൈജയന്തിയുടെ കൈകൾ പിടിച്ചുകൊണ്ട് തന്നെ അലീന കരഞ്ഞപ്പോൾ ആ ഒരു അത്ഭുതം സംഭവിച്ചു. പയ്യെ പയ്യെ വൈജയന്തി മെല്ലെ കണ്ണു തുറക്കുന്നു. മകളുടെ മുഖം കണ്ടപ്പോൾ അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. നീ വന്നോ? വൈജയന്തി അലീനയെ കാണുന്ന സമയത്തിന് സങ്കടമാണോ ദേഷ്യമാണോ ഇനി വാശിയെല്ലാം തന്നെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല. വിറക്കുന്ന ശബ്ദത്തിലായിരുന്നു വൈജയന്തി അലീനയെ വിളിക്കുന്നത്. ഈ ഒരു രംഗം കണ്ടുകൊണ്ട് തന്നെ ബാലചന്ദ്രന്റെ കണ്ണ് നിറഞ്ഞു. ഇത് കണ്ടു നിന്ന ഹരിശങ്കരും കമലക്കും തങ്ങളുടെ പതനം ഉറപ്പായെന്ന് മനസ്സിലായി. എന്നാൽ വൈജയന്തിയുടെ മനസ്സിൽ എന്തായിരിക്കും, എന്തുകൊണ്ടായിരിക്കും വൈജയന്തി അലീനയെ വിളിപ്പിച്ചത് എന്ന കാര്യം ആർക്കും തന്നെ മനസ്സിലായിരുന്നില്ല. വൈജയന്തിയുടെ മനസ്സിൽ എന്തായിരിക്കും എന്നൊക്കെ ഇനി കാത്തിരുന്ന് കാണാട്ടോ. നെക്സ്റ്റ് എപ്പിസോഡായിട്ട് ഉടനെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാട്ടോ. ബൈ ബൈ.